നമ്മൾ ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ഫോണിലുള്ള കോൺടാക്ട്സ് ഒക്കെ ഡിലീറ്റ് ചെയ്യാറുണ്ട്. ചിലപ്പം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു കോൺടാക്റ്റ് ആവശ്യമുണ്ടായിരുന്നു എന്ന് തോന്നൽ. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം അറിയാതെ ഡിലീറ്റ് ആയി പോകാനും ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോൺടാക്ട്സ് എങ്ങനെ തിരിച്ചെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പം ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫോണിലുള്ള ഒരു കോൺടാക്റ്റ് ഡിലീറ്റ് ചെയ്ത് കാണിക്കാം. കോൺടാക്ട്സ് ആപ്പ് എടുത്തു, അതിനുശേഷം ഒരു കോൺടാക്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഇതിൽ പലതും ഡ്യൂപ്ലിക്കേറ്റ് കോൺടാക്ട്സ് വരുന്നുണ്ട്. അപ്പം എ എന്നുള്ള കോൺടാക്റ്റ് 2 കിടക്കുന്നുണ്ട്, രണ്ടും ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഇവിടെ മുകളിൽ ഡിലീറ്റ് കാണാൻ പറ്റും, ഡിലീറ്റ് കൊടുത്തു. ഇപ്പം ആ ഒരു കോൺടാക്റ്റ് ഇതിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇനി ഈ ഒരു കോൺടാക്റ്റ് എങ്ങനെയാണ് തിരിച്ചെടുക്കുക എന്ന് വെച്ചാൽ, ആദ്യം ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ കോൺടാക്ട്സ് എന്ന് സെർച്ച് ചെയ്യുക. ഗൂഗിൾ കോൺടാക്ട്സ് എന്ന് സെർച്ച് ചെയ്യുമ്പം അതിൽ വരുന്ന ഫസ്റ്റ് റിസൾട്ട് തന്നെ സെലക്ട് ചെയ്യുക. പിന്നെ ഈ ഒരു പേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഇമെയിൽ ഐ ഡി ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് കോൺടാക്ട്സ് ആപ്പിലോട്ട് വരിക, എന്നിട്ട് ഏത് ഇമെയിൽ ഐ ഡിയിലാണ് നമ്മളെ കോൺടാക്ട്സ് കിടക്കുന്നത് എന്നുള്ളത് നോക്കുക. ഇപ്പം ഞാൻ ആ ഒരു ഇമെയിൽ ഐ ഡി നോട്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും ഇതിലോട്ട് വരിക, എന്നിട്ട് ആ ഒരു ഇമെയിൽ ഐ ഡിയിലോട്ട് സൈൻ ഇൻ ചെയ്യുക. ഇപ്പം ഞാൻ ആ ഒരു ഇമെയിൽ ഐ ഡിയിലോട്ട് സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇമെയിൽ ഐ ഡിയിലോട്ട് കോൺടാക്ട് സിങ്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ വർക്ക് ആവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വർക്ക് ആവില്ല. നിങ്ങൾ ഫോണിൽ മാത്രമോ അല്ലെങ്കിൽ സിമ്മിൽ മാത്രമൊക്കെയാണ് കോൺടാക്ട്സ് സേവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം വർക്കാവില്ല. പിന്നെ ഇപ്പം മിക്കവാറും എല്ലാവരുടെ ഫോണിലും ജിമെയിൽ ഐ ഡിയിലോട്ടും കൂടി കോൺടാക്ട് സിങ്ക് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിലും ഒന്ന് നോക്കുക. മിക്കവാറും ഇവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു ഇമെയിൽ ഐ ഡിയിലോട്ട് കോൺടാക്ട് സിങ്ക് ആവുന്നുണ്ടാവും. അപ്പം ആ ഒരു ഇമെയിൽ ഐ ഡി വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യുക. അതിനുശേഷം ഇവിടെ 3 വര കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ താഴെ ട്രാഷ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ള കോൺടാക്ട്സ് അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ 2 കോൺടാക്ട്സ് ഇവിടെ കിടക്കുന്നുണ്ട്. എ എന്നുള്ള കോൺടാക്റ്റ് ആയിരുന്നു ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു കോൺടാക്റ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് റീസ്റ്റോർ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ റിക്കവർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ അത് കോൺടാക്ട്സിലോട്ട് തിരിച്ചു പോകുന്നതായിരിക്കും. അപ്പം അങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത കോൺടാക്ട്സ് തിരിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 30 ദിവസം മാത്രമാണ് ഈ ഒരു ട്രാഷിൽ കിടക്കുക. അത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ഡിലീറ്റ് ആയി പോകും. അപ്പം 30 ദിവസത്തിൻ്റെ ഉള്ളിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കോൺടാക്ട്സ് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതിലും പഴയ കോൺടാക്ട്സ് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അത് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഗൂഗിൾ കോൺടാക്ട്സ് ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബ്രൗസറിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. കോൺടാക്ട്സ് ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ താഴെ ഫിക്സ് ആൻഡ് മാനേജ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ബിൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. മറ്റേതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടുന്ന് ഇത് റിസ്റ്റോർ ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇതിൽ സെറ്റിംഗ്സ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ്റെ താഴെ അൺഡു ചേഞ്ചസ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നമ്മളോട് ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്യാൻ പറയും. അപ്പം ഏത് ഇമെയിൽ ഐ ഡി എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഇപ്പം ഇതിൽ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. 10 മിനിറ്റ്, 1 മണിക്കൂർ, എസ്റ്റർഡേ, 1 വീക്ക്, അതുപോലെ തന്നെ കസ്റ്റം. ഇപ്പോൾ കസ്റ്റം കൊടുത്താൽ 30 ദിവസം വരെ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അൺഡു ആയിട്ട് പോകും. അപ്പം ഇങ്ങനെയും ഒരു സെറ്റിംഗ്സ് ഉണ്ട്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.